ജോയ്സ് ടിവിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ഞങ്ങളുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ലീലാമ്മ കുര്യൻ ദുബൈയിൽ നിന്നാണ്. ആ കർത്താവിന്റെ വിലയേറിയ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആന്റി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സന്തോഷമായിരിക്കുന്നുവോ? ദൈവകൃപയാല് സന്തോഷമായിട്ടിരിക്കുന്നു. കർത്താവ് നടത്തുന്നു. സ്തോത്രം. ദുബൈയില് കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കുമല്ലോ, ഇല്ലയോ? അതെ അതെ, എനിക്ക് കർത്താവ് 3 ആൺകുഞ്ഞുങ്ങളെയാണ് ദാനം തന്നത്. അവര് 3 പേരും ഇവിടെ ജോലിയോടുള്ള ബന്ധത്തിലും കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കുന്നു. 15 വർഷമായിട്ട് ഞാന് കുഞ്ഞുങ്ങളോടൊപ്പം ഈ ദേശത്തായിരിക്കുന്നു. പിന്നെ ആന്റിയുടെ ജീവിതത്തിൽ ഒരു വലിയ ഇത്രയും കാലഘട്ടത്തിനിടെ നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ അനുഭവങ്ങളെയൊക്കെ നമ്മുടെ പ്രേക്ഷകരുമായി ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവിന്റെ വിലയേറിയ ദാസി ലീലാമ്മ കുര്യനുമായ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അപ്പൊ അങ്ങയുടെ സാന്നിധ്യവും കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടതായ അനേകർക്ക് ആശ്വാസവും വിടുതലും അനുഗ്രഹവുമായി തീരുവാൻ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആ ദുബൈയിൽ നിന്നാണെന്ന് പറഞ്ഞു. ആന്റി ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ട് ഒരു പ്രാവശ്യം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ ജോയ്സ് ടിവിയില് എനിക്കും കർത്താവിന്റെ ഒരു സാക്ഷിയായി തീരുവാന് ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായിട്ട് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. അതിനായിട്ട് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തില് എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാന് ജനിച്ചത് കേരളത്തിലാണ്. എന്റെ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം മുഴുവൻ ബാംഗ്ലൂരിന്റെ പ്രദേശത്തായിരുന്നു. 2004 എന്റെ ഹസ്ബൻഡിന്റെ വേർപാടിന് ശേഷം എനിക്ക് 3 ആൺകുഞ്ഞുങ്ങളാണുള്ളത്. അവർ കുടുംബമായിട്ട് UAE റാസൽ ഖൈമ എന്ന സ്ഥലത്ത് ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് അവരോടൊപ്പം ഞാനിവിടെ ആയിരിക്കുന്നു. എനിക്ക് 5 കൊച്ചുമക്കളും ഉണ്ട്. ദൈവകൃപയാല് കർത്താവിനെ സ്നേഹിച്ചും കർത്താവിന്റെ വേലയില് അല്പമായ ഭാഗമായിക്കൊണ്ട് എന്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നു. ഇതാണ് എനിക്ക് പറയുവാനുള്ളത്. സ്തോത്രം. ആന്റിയെ കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആന്റി, കർത്താവ് നടത്തിയതായ വിധങ്ങളെയും വഴികളെയും ഒക്കെ ആന്റി ഇനിയും നമ്മുടെ പ്രേക്ഷകരോട് ഷെയർ ചെയ്താൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ ഈ ജോയ്സ് ടിവിയിലൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തില് എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് അനേകർ ഇത് കേൾക്കുന്നുണ്ടാകാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ ഈ സാക്ഷ്യത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തിയുടെ ആ അളവറ്റ വലിപ്പം എന്റെ സാക്ഷ്യം കേൾക്കുന്നവര് മനസ്സിലാക്കണം. നമ്മൾ വെറുതെ ഒരു സാക്ഷ്യം കേട്ട് നല്ലതെന്ന് അഭിപ്രായം പറഞ്ഞു അല്ലെങ്കിൽ അനുഗ്രഹമായിരുന്നു പറയുന്നതിനേക്കാൾ അപ്പുറം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവശക്തി ഏതെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമായതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. കരുണാസമ്പന്നനായ ദൈവമോ നമ്മളെ സ്നേഹിച്ച
ആ മഹാസ്നേഹത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മൾ ആരായിരുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇപ്പോൾ എന്തായിരിക്കുന്നു? സ്തോത്രം. നമ്മളെ എവിടെ ഇരുത്തിയിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ആ ഭാഗങ്ങളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് പറയുവാനുള്ളത്, കൃപയാലല്ലോ ഈ വിശ്വാസം മൂലം ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവളായിരുന്ന എന്നെയും ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് ഈ സ്നേഹം രുചിച്ചറിയുവാന് ദൈവം എന്നെ വേർതിരിച്ചതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, പാപികളായിരിക്കുമ്പോൾ ഹല്ലേലൂയ ആണ് നമ്മളെ സ്നേഹിച്ചത്. നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ ഒരു വിഷമവും ഇല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, ഞാനും നിങ്ങളും പാപികളായിരുന്നപ്പോൾ നമ്മളെ സ്നേഹിച്ച ആ മഹാസ്നേഹം എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഹല്ലേലൂയ ഇഷ്ടപ്പെടുന്ന അതാണ് എന്റെ കർത്താവിന്റെ ആ സ്നേഹം. അതെനിക്ക് അനുഭവിച്ചറിയുവാൻ ഇന്നുവരെയും എന്റെ കർത്താവ് ഇടയാക്കിയതിനായിട്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്കുള്ള എന്റെ ജീവിതയാത്ര ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് പാരമ്പര്യമൊന്നും പുകഴുവാനൊന്നുമില്ല. രൂത്തിനെ പോലെ ഹല്ലേലൂയ ഭാഗ്യവശാലി വയലിലെത്തി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ കാലാ പെറുക്കുവാൻ വന്ന രൂത്തിന് അളന്നു കൊടുത്ത ഒരു ബോവസിന്റെ കാൽപാദത്തില് ഇന്നും ആയിരിക്കുന്നു. അന്ത്യം വരെയും എന്റെ കർത്താവിന്റെ വിശ്വാസ സാക്ഷിയായി നിലകൊള്ളണം. അത് മാത്രമാണ് എന്റെ ആഗ്രഹം. കർത്താവ് എന്നെ കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 70-ാം സങ്കീർത്തനത്തിലെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നും എന്നെ എടുത്തവൻ നീ തന്നെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നും എന്നെ എടുത്തവൻ നീ തന്നെ. ബാല്യം മുതൽ എന്റെ ആശ്രയം നിന്നിൽ തന്നെ. ഹല്ലേലൂയ. യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്, യഹോവ എന്റെ പ്രത്യാശയാകയാൽ ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൽ പ്രത്യാശ വെക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ദൈവം നമ്മളെ ഇടയാക്കുകയില്ല. എന്റെ ജീവിതാനുഭവങ്ങളിലൂടെ അത് നിങ്ങൾക്ക് പുറകെ മനസ്സിലായിക്കൊള്ളും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, കർത്താവെ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഇങ്ങനെ ഒരു നാളും ലജ്ജിച്ചു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. സഹായിപ്പാനും വിടുവിപ്പാനും കഴിയുന്നവൻ ഹല്ലേലൂയ യേശു കർത്താവ് മാത്രമെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവിൽ ആശ്രയിക്കുവാന് ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ നാളുകൾ കഴിപ്പാൻ കർത്താവ് സഹായിച്ചു. സഹായിപ്പാനും വിടുവിക്കുവാനും യേശു കർത്താവ് അല്ലാതെ വേറെ ആരും ഇല്ല. ഗ്ലോറി. ഹല്ലേലൂയ. ഈ കർത്താവിനുള്ള ആശ്രയം. പ്രൈസ്. അതുകൊണ്ടാണ് പറയുന്നത്, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷിപ്പാൻ കഴിയത്തക്കവണ്ണം യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ യേശുവിനെ തിരിച്ചറിയുവാന് എന്റെ ജീവിതത്തിൽ ദൈവം ഇടയാക്കിയതിനായിട്ട് ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഞാന് എന്റെ പ്രാരംഭ നാളുകളിലെ ചെറിയ പ്രായത്തിലുള്ള എന്റെ അനുഭവ സാക്ഷ്യങ്ങൾ വളരെ പരിമിതമായിട്ട് ചുരുക്കി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ഹൈന്ദവ കുടുംബത്തില് ഹല്ലേലൂയ ജനിച്ചു. പിതാവ് ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ 2 പെൺകുഞ്ഞുങ്ങളുമായി ഭർതൃഗ്രഹം പടിയിറങ്ങിയ ഒരമ്മയുടെ മകളാണ് ഞാൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിന്റെ കഷ്ടപ്പാടിന്റെ നാളുകൾ അവിടെ ചില തണലിടങ്ങളൊക്കെ ദൈവം ഒരുക്കി തന്ന് ഹല്ലേലൂയ ദൈവം ഞങ്ങളെ സഹായിച്ചു. സഹായിപ്പാൻ ആരുമില്ലാതെ നട്ടം തിരിഞ്ഞ നാളുകളൊക്കെ ആയിരുന്നു. അമ്മയുടെ ഭവനത്തിലുള്ളവര് സഹോദരങ്ങളൊക്കെ സാധാരണക്കാരും അവര് സഹായിപ്പാന് സാഹചര്യങ്ങളില്ലാത്തവരുമായിരുന്നു. എങ്കിലും വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട്
എന്റെ പ്രിയ മാതാവ് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തരുവാൻ തക്കവണ്ണം ശ്രമിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇതിനിടയിൽ അനേക ദൈവങ്ങളെ ആരാധിച്ച എന്റെ ബാല്യകാലത്തെ എനിക്ക് സൺഡേ സ്കൂൾ പഠിക്കുവാന് ദൈവമായ കർത്താവ് ഒരു അവസരം ഒരുക്കി തന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതാണൊരു വലിയ എന്റെ ജീവിതത്തിലെ ഒരു വ്യത്യാസപ്പെടുത്തുവാൻ തക്കവണ്ണം അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ട ദൈവം, ഹല്ലേലൂയ, ഈ ദൈവത്തിന് എന്നെ ആവശ്യമുണ്ടായിരുന്നു. ഈ ദൈവം എന്നെ കണ്ടതുകൊണ്ട് എനിക്കൊരു വഴി തെളിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇരമ്യാ പ്രവചനം അത് ഞങ്ങള് ഒരു വാടക വീട്ടിൽ താമസിക്കുവാനിടയായി. അമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ മാറി എനിക്കൊരു 5 വയസ്സുള്ള സമയത്താണ്. എന്റെ സഹോദരി ഉണ്ട്. അപ്പം ഒരു അപ്പച്ചൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഇങ്ങനെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിടണമെന്ന് പറഞ്ഞ് അങ്ങനെ അടുത്തുള്ള ഒരു ബ്രദറൻ സൺഡേ സ്കൂളിന് പോകുവാനിടയായി. എന്റെ സഹോദരിക്ക് ഇച്ചിരൂടെ പ്രായമുള്ളത് കൊണ്ട് അവർക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയില്ല. ഞാനാണ് അതിന് പോകുവാനിടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ അപ്പച്ചന് സുവിശേഷവുമായി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു, എന്നെ വിളിച്ചു. ദൈവത്തിന് എന്നെ കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അവിടെ പോകുവാനും അങ്ങനെയാണ് ഞാൻ ദൈവവചനം അഭ്യസിക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. എന്നെ ഉദരത്തിൽ ഉരുവാക്കിയ ദൈവം, ഞാൻ അറിയാതിരുന്നപ്പോൾ എന്നെ ഓമന പേർ ചൊല്ലി വിളിച്ച ദൈവം. ഹല്ലേലൂയ. ഈ ദൈവത്തെ അറിയുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ സഹോദരിക്കോ മാതാവിനോ ആർക്കും ബന്ധുമിത്രാദികൾക്കോ ആർക്കും ലഭിക്കാത്ത ഒരു വലിയ ഭാഗ്യ പദവിയാ കർത്താവ് എനിക്ക് പിൽക്കാലങ്ങളിൽ നൽകി തന്നത്. ദൈവത്തിന് സ്തോത്രം. അന്ന് ഒരു നല്ല ഇടയന് എനിക്ക് നിഴലായി എന്റെ കൂടെ ഉണ്ടായിരുന്നു, എന്റെ കരം പിടിച്ചു. ആ നല്ല ഇടയനാണ് എന്നെ ഈ നീതിപാതകളിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം ഞങ്ങൾ വളർന്നത് ഒരു മർത്തോമ കുടുംബത്തിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനത് കൂടുതൽ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാതെ തരമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചുരുക്കമായിട്ട് ഞാൻ പറയാം. അപ്പം ഇങ്ങനെ എന്റെ അമ്മ കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തുന്ന സമയത്താണ് ഒരു ഭവനത്തിൽ ഒരാളിനെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു. അത് മർത്തോമ കുടുംബമായിരുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. ഒരു ദീർഘവർഷങ്ങളെ ബോർണിയോ എന്ന സ്ഥലത്ത് ജോലി ചെയ്തിട്ട് ആ ആന്റിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാതെ മടങ്ങി വന്നവര്, മക്കളുമില്ല. ഇവരുടെ ഈ മാനസികമായ ഈ അവസ്ഥയിൽ അവരെ ശുശ്രൂഷിക്കുവാന് ആര് എന്നാലും ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ അമ്മ ഇത് കേട്ടിട്ട് അമ്മച്ചി അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചങ്ങ്. ഞാൻ പോയി നോക്കട്ടെന്ന് പറഞ്ഞു പോയതാ. ദൈവത്തിന്റെ കൃപയാല് എന്റെ അമ്മയുടെ കൈക്കീഴിൽ ആ സഹോദരി ഒതുങ്ങി. ഒരു പ്രശ്നവുമില്ലാതെ അങ്ങനെയാണ് ഞങ്ങൾ ആ ഭവനത്തിലെ അംഗങ്ങളായി തീരുവാനിടയായി തീർന്നത്. ദൈവത്തിന്റെ സ്തോത്രം. വളരെ ധനാഢ്യരായ ഒരു കുടുംബം. ദൈവത്തിന് സ്തോത്രം. മക്കളില്ല. ആ കുടുംബത്തിലെ സമ്പത്ത് ഞങ്ങളുടെ ദാരിദ്ര്യത്തിന് ദൈവം ഒരുക്കി തന്ന ഒരു ഭവനമായിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ തരമില്ല. ദൈവത്തിന്റെ വഴിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവിടെ താമസിക്കുന്ന സമയത്ത് വീണ്ടും ഈ അപ്പച്ചന്റെ കൂടെ കുടുംബ പ്രാർത്ഥനയ്ക്കും ഒക്കെ ഇരുന്ന് അങ്ങനെ ബൈബിൾ വായിക്കാനും 5-ാം വയസ്സിൽ പഠിച്ചെങ്കിലും അതൊന്നും നമ്മുടെ മനസ്സിൽ നിൽക്കാൻ ചെറിയ പ്രായമല്ലേ. പിന്നീട് കുടുംബ പ്രാർത്ഥനയിലൂടെയാണ് ഞാന് പ്രാർത്ഥിക്കാൻ പഠിച്ചു, ദൈവവചനം വായിക്കാൻ പഠിച്ചു. അങ്ങനെ എന്റെ ഹൃദയത്തിലേക്ക് മാനവജാതിയുടെ പാപത്തിനു വേണ്ടി കാൽവറിയിൽ ക്രൂശിൽ മരിച്ച ഒരു യേശു കർത്താവിനെയും ആ കർത്താവ് പരിശുദ്ധനാണെന്നും എന്നൊക്കെയുള്ളതായ വചനം ഇങ്ങനെ പഠിക്കുവാനിടയായി തീർന്നു. കർത്താവിന്റെ പ്രാർത്ഥന പഠിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതിലൂടെ എനിക്ക് മനസ്സിലായി സ്വർഗസ്ഥനായ പിതാവേ ഒരു പിതാവുണ്ടെന്നുള്ളത് ദൈവം എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ എന്റെ ഹൃദയത്തിലേക്ക് ഒരു വലിയ ആശ്വാസം ദൈവം തന്നു. ലോകത്തിൽ എനിക്കൊരു പിതാവില്ലെങ്കിലും സ്വർഗത്തിൽ എനിക്കൊരു പിതാവ് ഉണ്ടെന്നുള്ള ഒരു വലിയ ഹല്ലേലൂയ ആശ്വാസം എന്റെ ഹൃദയത്തില് എന്റെ ദൈവം തന്നു. അങ്ങനെ അപ്പച്ചന്റെ നിർബന്ധപ്രകാരം വീണ്ടും ഞാൻ മർത്തോമ പള്ളിയിൽ സൺഡേ സ്കൂളിനായിട്ട് പോകുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം.
ഹാലേലൂയ. അങ്ങനെ വീണ്ടും ഞാൻ അങ്ങനെ ദൈവവചനം പഠിച്ചു. എങ്കിലും ചെറിയ പ്രായമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ അപ്പനില്ല, എന്റെ പിതാവില്ലാതെ വളർത്തിയത് കൊണ്ട്, ഞാൻ ഇളയതായിരുന്നത് കൊണ്ടും എന്നെ വളരെയധികം സ്നേഹിക്കുകയും ഓമനിക്കുകയും, നമ്മൾ പറയത്തില്ലേ ഒത്തിരി കൊഞ്ചിച്ചെന്ന് പറയത്തില്ല, അങ്ങനെ എന്നെ വളർത്തി. അങ്ങനെ വളർത്തിയോണ്ട് ഞാനൊരു നിർബന്ധകാരിയായിരുന്നു. അതുപോലെ തന്നെ പരിഭവങ്ങളും, ഇങ്ങനെ എന്ത് ചോദിച്ചാലും സാധിച്ചു തരണം, ആ നിലയിലുള്ള ഒരു സ്വഭാവക്കാരിയായിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് എന്തെല്ലാം വേണമെങ്കിലും ചെയ്തു തരും. അമ്മയാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും എല്ലാം എനിക്ക് ചെയ്തു തരും. അങ്ങനെ ഞാൻ അവിടെ നിന്നും വചനം പഠിച്ചു. എങ്കിലും ഈ ആത്മീയ കാര്യങ്ങളിലോട്ടൊന്നും താല്പര്യമോ അങ്ങനെയുള്ള ഒന്നുമില്ല. ദൈവം ഇഷ്ടമാ, പോകാൻ ഇഷ്ടമാ, പഠിക്കാൻ ഇഷ്ടം മാത്രം. അത് കഴിഞ്ഞ് എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഞാനൊരു ബ്രദറിൻ സ്കൂളിലായിരുന്നു. അവിടെ വെള്ളിയാഴ്ച തോറുമുള്ള ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു. ആ ബൈബിൾ സ്റ്റഡിക്ക് പോകുവാനിടയായി തീർന്നു. അങ്ങനെ ആ ബൈബിൾ സ്റ്റഡിയിലൂടെയാണ് ഞാൻ കൂടുതൽ, അന്ന് കുറച്ചുകൂടെ പ്രായമായി, ഗ്രഹിക്കാനുള്ള ഒരു കഴിവൊക്കെ ആയി. അപ്പൊ അവിടെയാണ് ഞാൻ തന്നെ വഴിയും യോഹന്നാന്റെ സുവിശേഷം അന്ന് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അരമണിക്കൂറേ ഉള്ളൂ, അതിനുള്ളിൽ കേട്ട ആ ദൈവത്തിന്റെ വചനങ്ങൾ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, ഞാൻ എടുക്കുന്നില്ല സമയം പോകുന്നതുകൊണ്ട്, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ച വേറൊരു ദൈവമില്ല. ഞാൻ ഒത്തിരി ദൈവങ്ങളെ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് ചെറിയ ചെറിയ പ്രായത്തിൽ. അവർക്കാർക്കും സ്നേഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ സ്നേഹം പ്രകടിപ്പിച്ചതും തന്നെത്താൻ കൊടുത്ത്, ജീവനെ കൊടുത്ത് സ്നേഹിച്ചതും ഈ യേശു കർത്താവല്ല, ആരുമില്ലെന്നുള്ളതാണ് എന്റെ ജീവിതത്തിൽ, എന്റെ ഹൃദയത്തിൽ ദൈവം പതിപ്പിച്ച ആ വലിയ ദൈവത്തിന്റെ സ്നേഹം. അതെനിക്ക് ഒരിക്കലും വിട്ടുമാറാൻ കഴിയുകയില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെയും വചനങ്ങളെല്ലാം ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ രക്ഷിക്കപ്പെട്ടു. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഇതൊക്കെ എന്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്താണ്, സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് അതൊന്നും നടന്നില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ആ കാലഘട്ടവും ഒന്ന് കഴിഞ്ഞു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, ഹല്ലേലൂയ. ഇതിനിടയിൽ ഞങ്ങളെ മാറ്റിമറിച്ച അനേക സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. ആ പിതാവ് മരിച്ചു. അവിടെ നിന്ന് ഞങ്ങള് വീണ്ടും എന്റെ അമ്മയുടെ ഭവനത്തിലെ ഒരു ചെറിയ വീട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീട്, ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നു. അവിടേക്ക് ഞങ്ങൾ താമസം മാറ്റി. ഞങ്ങളുടെ വിദ്യാഭ്യാസം ഈ ഡിഗ്രി വരെ ഞങ്ങൾ രണ്ടുപേരും പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ കാലയളവുകളിലാണ് ഞങ്ങൾ ജീവിതത്തിൽ നേരിട്ട ഒരുപാട് കഷ്ടതകൾ. അതൊന്നും പറഞ്ഞ് ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ഹല്ലേലൂയ. മാസങ്ങളും വർഷങ്ങളും മുന്നോട്ട് പോയി. എന്റെ അമ്മ ക്യാൻസർ രോഗിയാല് ബാധിക്കപ്പെടുകയുണ്ടായി. ഹല്ലേലൂയ. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയമാണ്, യൗവനകാലം. ഹല്ലേലൂയ. അത് അമ്മ സംരക്ഷിക്കേണ്ട അമ്മയുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുവാൻ തക്ക വേണം ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. താങ്ങും തണലുമില്ലാതെ ആടി ഉലഞ്ഞ അനുഭവങ്ങളായിരുന്നു അന്ന്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കണ്ണീർ കയങ്ങള്, ഹല്ലേലൂയ, നിലയില്ലാത്ത ആഴത്തിലേക്ക് പതിച്ചു പോവുകയാണോ? ഭയം എന്നെ പിടിച്ച നാളുകളെ, പരിഭ്രമം എന്നെ മൂടിയ നാളുകളെ, സഹോദരിയെ വിവാഹം കഴിച്ചു. മറ്റാരും ബന്ധുക്കളും ആരുമില്ല. അമ്മയെ സംരക്ഷിക്കേണ്ട ചുമതല എന്നിൽ നിക്ഷിപ്തമായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എന്റെ കർത്താവ് എന്നെ അതിൽ നിന്നെല്ലാം ഉദ്ധരിച്ച്, ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞാട്ട് ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ അനുഗ്രഹം. അത് എന്റെ അമ്മ വയ്യാതാകുന്ന സമയത്ത് സഹോദരിയെ വിവാഹം കഴിച്ചയച്ചു. പിന്നെ ഞങ്ങൾക്ക് വരുമാനമൊന്നും ഇല്ലാതെയാകുന്നു. എന്റെ പഠനം നിലയ്ക്കാനുള്ള സാഹചര്യമായി. വസ്ത്രങ്ങളില്ല, ഭക്ഷണമില്ല. അമ്മയുടെ ട്രീറ്റ്മെന്റിനായിട്ടുള്ള മെഡിക്കൽ കോളേജുകളിലേക്കുള്ള യാത്രകൾ, അതിന് ട്രെയിൻ യാത്രകളാണ് കൊണ്ടുപോകുന്നതും അവിടെ താമസിക്കുന്നതും. അവിടെ താമസിക്കുന്ന സമയത്ത് ക്യാൻസർ വാർഡില് ഉള്ള താമസം, അങ്ങനെ അവിടെയുള്ള ആ സാഹചര്യങ്ങളെ ഇതെല്ലാം കണ്ടും കേട്ടും മാനസികമായി തകർന്ന് എന്റെ അമ്മയെ ശുശ്രൂഷിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. 4 വർഷം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അല്പം കുറവായി. എന്നാലും ജീവിത സാഹചര്യങ്ങളൊന്നും മാറ്റാൻ തക്ക ആരോഗ്യം ഒന്നും ഇല്ല. അമ്മയ്ക്ക് ജോലിക്ക് പോകുവാനോ ഒന്നും കഴിയുകയില്ല. അങ്ങനെ ഒരുപാട് കഷ്ടങ്ങളിലൂടെ
എന്താ പറയേണ്ടത് എനിക്കറിയത്തില്ല. അതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ സമയത്ത് ഒരു മർത്തമ്മ ഫാമിലിയിലുള്ള ഒരു സഹോദരന് എന്റെ അമ്മയുമായിട്ട് അത് ഞാൻ അതിനകത്തിട്ടിട്ടുണ്ട്. ആന്റി അത് കൊണ്ടേലും സാരമില്ല, അത് നേരത്തെ വർഷങ്ങൾ കഴിഞ്ഞതാണല്ലോ. അത് ആന്റിയുടെ അനുഭവം ഓക്കെ. അപ്പൊ അങ്ങനെ വന്നിങ്ങനെ, അപ്പൊ എന്നെ നേരത്തെ മുതലേ അറിയാം. എന്റെ ഈ അനാഥത്വവും അമ്മയുടെ മരണശേഷം എന്റെ ഭാവി എന്തായി തീരുമെന്നുള്ള ഒരു വലിയ ഭാരവും തന്നിൽ ഉണ്ടായത് കാരണം എന്റെ അമ്മയോട് വന്ന് എന്നെ ചോദിക്കുവാനിടയായി തീർന്നു. എന്റെ അമ്മ അസുഖമായിട്ട് കിടക്കുന്നതായ സമയത്ത് തന്നെ. അപ്പം എന്റെ അമ്മ ഒരിക്കലും അത് നടക്കാൻ സാഹചര്യം സമ്മതിക്കത്തില്ലായിരുന്നു. ഒരു മർത്തോമ ഫാമിലിയിലെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യവുമല്ലല്ലോ. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, എന്റെ കൈകൾ കുഴഞ്ഞു, എനിക്കൊന്നും തരുവാനില്ല, നീ അവളെ എടുത്തോന്ന് മാത്രം എന്റെ അമ്മയോടൊരു വാക്ക് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ ഡിഗ്രി പാസ്സായി. ട്യൂഷനും ഒക്കെ പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചൊക്കെയാണ് വീട് നടത്തിക്കൊണ്ടൊക്കെ ഇരുന്നത്. അമ്മയുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു വരുമാന മാർഗമൊന്നും ഇല്ലാതിരുന്നപ്പം, ഹല്ലേലൂയ, അങ്ങനെ ഈ യുവാവ് പിൽക്കാലത്ത് തന്നെ വിവാഹം കഴിക്കുവാനിടയായി തീർന്നു. മർത്തമ്മ ചർച്ചിൽ വെച്ച് തന്നെ ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ ദൈവം സഹായിച്ചു. പിന്നീട് അങ്ങനെ ഒരു കുടുംബജീവിതം ആരംഭിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. എന്റെ അമ്മയും ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്റെ അമ്മയുടെ എന്നെ ദൈവം പഠിപ്പിച്ച ഒരു കാര്യം, നമ്മൾ ആശ്രയിച്ച കൊമ്പുകളെല്ലാം ഓരോന്നായിട്ട് ദൈവം വെട്ടിക്കളഞ്ഞിട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാന് നമ്മളെ ദൈവം അഭ്യസിപ്പിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഇതിലേക്ക് ദൈവം എന്നെ നടത്തുകയായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. അങ്ങനെ എന്റെ ഹസ്ബൻഡ് ഒരു ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു. ഗോവയുടെ പ്രദേശത്ത് ഞങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചു. അങ്ങനെ അവിടെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കർത്താവ് ദാനമായിട്ടൊരു മകനെ തന്നു. ആ കുഞ്ഞിനെയും കൊണ്ട് അപ്പൊ ഞങ്ങൾക്ക് അവിടെ ചർച്ചുകളൊന്നുമില്ലായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് നിൽക്കുന്നെങ്കിലും ഞാൻ സ്നാനപ്പെട്ടിട്ടില്ലായിരുന്നു. പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും ഒക്കെ അറിയാം. കുടുംബ പ്രാർത്ഥന ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും, ദൈവവചനം വായിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും എന്റെ ഹസ്ബൻഡ് ഒരു മദ്യപാനിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സ്നാനപ്പെടണമെന്നൊക്കെ തനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും തന്നെ മുറുകെ പറ്റുന്ന പാപം തന്നെ അതിൽ നിന്നും മനസ്സുണ്ടെങ്കിലും അതിലേക്ക് വിടാതെ തന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങള് മകൻ 1.5 വയസ്സായപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിന്റെ പ്രദേശത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിയിട്ട് വരുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ഇളയ അനിയനും കുടുംബവും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരോടൊപ്പം താമസിച്ചു. അവരൊരു പെന്തക്കോസ്ത് പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ദൈവത്തിന്റെ കൃപയാലെ കർത്താവിന്റെ മുൻനിർണയ പ്രകാരവും ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ഒരവസരവുമായിരുന്നു എന്ന് എനിക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ അവരോടൊപ്പം പെന്തക്കോസ്ത് ചർച്ചിൽ പോകുവാനും ആ സഭയിൽ തന്നെ ആ വർഷം തന്നെ, ഹല്ലേലൂയ, എനിക്ക് സ്നാനപ്പെടാനും അല്ലെങ്കിൽ അതിനൊന്നും തടസ്സമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ 77 തന്നെ 1977 ഞാൻ ബാംഗ്ലൂരിലെ ജലത്തിൽ സാക്ഷിപ്പാനും അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിനോടുള്ള ബന്ധത്തില് കർത്താവിനെ ആരാധിക്കുവാനും തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. കുടുംബമായിട്ട് തന്നെ ഞങ്ങൾ അവിടെ പോകുവാൻ തുടങ്ങി. മറ്റെങ്ങും താൻ പോകത്തില്ല. അങ്ങനെ വർഷങ്ങൾ മുൻപോട്ട് പോയി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. താനൊരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നല്ലോ. അപ്പോൾ കിട്ടുന്നതായ വരുമാനം കൊണ്ട് കുടുംബം പോറ്റി കൊണ്ടുപോകുവാൻ വളരെ ബുദ്ധിമുട്ടിയ കാലഘട്ടമായിരുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിയാതെ വളരെ വേദനിച്ച സമയങ്ങളായിരുന്നു. കടഭാരം കയറി. പിന്നെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകല്ലോ എന്ന് കരുതി എല്ലാം സഹിച്ചും ക്ഷമിച്ചും കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്തും എല്ലാത്തിനുമുള്ള ഒരു കൃപ എന്റെ ദൈവം എനിക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കർത്താവിനോട് സംസാരിച്ചു. പല കാര്യങ്ങളിൽ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ
തികഞ്ഞു വരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അന്നു മുതല് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും എന്റെ കുടുംബജീവിതം നയിപ്പാനും എന്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാനും ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 85 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അതിനിടയിൽ ഒരു കുഞ്ഞിനെ കൂടെ ദാനം തന്നു, ഒരു ആൺകുഞ്ഞിനെ കൂടെ കർത്താവ് ദാനം തന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ഞങ്ങളെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ അങ്ങനെ പുറത്തൊന്നും ആർക്കും ഒന്നും അറിയത്തില്ല. എന്നാല് ആകം തീക്കനൽ പോലെ എരിയുന്ന മനസ്സുമായിട്ട് ഇങ്ങനെ നടന്നു നീങ്ങിയ നാളുകള് ഒത്തിരി ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തി അങ്ങനെ കടഭാരം കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പുള്ളിയും എൻ്റെ കൂടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവെ ഒരു വഴി ഒരുക്കി തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുകയില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കൃപയാൽ 1985 ഗൾഫില് UAE പോകാനായിട്ട് തനിക്കൊരു അവസരം ലഭിച്ചു. അങ്ങനെ കർത്താവ് തനിക്ക് വേണ്ടി ഒരു വഴി തുറന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ താന് ഗൾഫിന്റെ പ്രദേശത്തേക്ക് പോകുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അന്നത്തെ കാലത്ത് ഗൾഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ ആഴിയിലും പാതയൊരുക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി വഴി വെട്ടി തുറന്ന ഹല്ലേലൂയ, തന്നെ അക്കരെ കടത്തി. ഹല്ലേലൂയ. ഞങ്ങളുടെ സാമ്പത്തികമായ ഭദ്രതയ്ക്ക് വേണ്ടി ദൈവം അത് ചെയ്തു. അതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ മുൻപോട്ട് പോയി. കാലങ്ങൾ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് എൻ്റെ നാട്ടിലുണ്ടായിരുന്ന സ്ഥലവും വീടും ഒക്കെ ഞങ്ങൾക്ക് വിൽക്കേണ്ടി വന്നു. 5 സെന്റ് സ്ഥലമേ ഉള്ളായിരുന്നു. അതെല്ലാം വിറ്റു. ഒന്നുമില്ലാതെ. അമ്മയുടെ വീതം ഒന്നും കിട്ടിയില്ല. ഭർത്താവിന്റെ കുടുംബത്തിലും വീതമൊന്നും നമുക്ക് ഇല്ല. പിതാവിന്റെ വീതം കിട്ടിയില്ല. ഒന്നുമില്ലാതെ, ആരുടെയും ഒന്നുമില്ലാതെ ഹല്ലേലൂയ ബാംഗ്ലൂർ പട്ടണത്തിലായിരുന്നു ഞങ്ങൾക്ക് കർത്താവ് ഒരു ഭവനം ദാനമായി നൽകി. അതിന്റെ പിന്നിൽ ഒരു ചെറിയൊരു സംഭവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഓരോ ഏടുകൾ എടുത്തു പറയാൻ കാലം കർത്താവ് ഒരുക്കിയ മുഖാന്തരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സഭയിൽ കൂടി നടക്കുമ്പോൾ വീട്ടു പ്രാർത്ഥനകൾ നമ്മൾ വെക്കുമല്ലോ. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വാടക വീടാണ് താമസിക്കുന്ന. പ്രാർത്ഥന വെച്ചപ്പോൾ ഹല്ലേലൂയ വലിയ ശബ്ദമായി പോയി. കുറച്ചു സമയം നീണ്ടുപോയി. എല്ലാവരും അന്യഭാഷയിൽ ആരാധിച്ച് ഒത്തിരി ശബ്ദമായത് കാരണം അതിന്റെ വീട്ടുടയവൻ വന്ന് ഞങ്ങളെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഞങ്ങളെ പരിഹസിക്കുകയും ഞങ്ങളെ വീട്ടിൽ നിന്ന് മാറണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അങ്ങനെ കടന്നുപോയി. എന്നെ സംബന്ധിച്ച് ആരാധനാ പ്രാർത്ഥന എന്ന് പറയുന്നത്, അതിനൊരു വിലക്കെന്ന് പറയുന്നത് എനിക്ക് എന്നെ തല്ലിക്കൊല്ലുന്ന അതുപോലുള്ള ഒരു സങ്കടമുള്ള ഒരു കാര്യമാണ്. ആരാധനയ്ക്കൊരു തടസ്സം പറയുക എന്ന് പറയുന്നത് ആരായിരുന്നാലും എനിക്കത് വലിയ വിഷമമാണ്. അപ്പം അന്ന് പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത ദിവസം മുതൽ പിന്നെ വെച്ച പ്രാർത്ഥനകളെല്ലാം സഭയിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനകൾ. അപ്പൊ ഇങ്ങനെ ദിവസവും പ്രാർത്ഥിക്കേണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ നഴ്സറിയിൽ വിട്ടേച്ച് ഞാൻ കയറി പ്രാർത്ഥിക്കും. കർത്താവേ, സ്വതന്ത്രമായിട്ട് ദൈവത്തെ ആരാധിപ്പാൻ ഒരു ഭവനം ഞങ്ങൾക്ക് വേണം. സ്വന്തമായിട്ടൊന്നുമല്ല, ഒരു ഭവനം. ആർക്കും ഒരു പ്രയാസമില്ലാതെ ദൈവത്തെ ആരാധിപ്പാൻ ഒരു ഭവനം ഞങ്ങൾക്ക് വേണം. അത് ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തരണം. ഒരു നിവൃത്തിയില്ല, അഡ്വാൻസ് കൊടുക്കാനോ അങ്ങനെയുള്ള ഒന്നുമില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. ചുരുക്കം പറഞ്ഞാല് ഒരു മാസം കഴിഞ്ഞപ്പം ഒരു ദിവസം ഞങ്ങളുടെ നേരെ ഇളയ അനിയൻ അവിടെ ഉണ്ടായിരുന്നു, ബാംഗ്ലൂരില്. അവന് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പം ഈ ഗവൺമെന്റിന്റെ ഏതോ പ്രശ്നം വന്ന ഉടനെ ഓടി ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞു, ഇതുപോലെ പ്രശ്നം വരുന്നുണ്ട്, ആ സ്ഥലം നിങ്ങൾ അങ്ങ് എടുത്തോ, കുറച്ച് ഇത് തന്നിട്ട് കുറച്ച് പണം കൊടുത്തിട്ട് അത് നിങ്ങൾ എടുത്തോ, നിങ്ങളുടെ പേരിൽ എഴുതി തരാമെന്നും പറഞ്ഞ് അങ്ങനെ ഒന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാല് ആ സ്ഥലം കർത്താവ് ഞങ്ങൾക്ക് നനയ്ക്കാത്ത സമയത്ത്, ചിന്തിക്കാത്ത സമയത്ത്, ഒരു പൈസ കയ്യിലില്ലാതിരുന്ന സമയത്ത് ഹല്ലേലൂയ കർത്താവ് വഴിയൊരുക്കി. ദൈവം ഞങ്ങൾക്ക് ഹല്ലേലൂയ ബാംഗ്ലൂരിന്റെ പട്ടണത്തിൽ ഒരു ഭവനം ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ ആരാധനയ്ക്ക് വേണ്ടിയാ ചോദിച്ചത്, വേറെ ഒന്നിനും അല്ല ചോദിച്ചത്. ഹല്ലേലൂയ ദൈവം അത് നൽകി തന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന് വേണ്ടി ഹല്ലേലൂയ നാം എന്തെങ്കിലും ചോദിച്ചാല് കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടിയാണെങ്കിൽ ഹല്ലേലൂയ അതിന് ദൈവത്തിന് പരിമിതികളില്ല. ദൈവത്തിന് സമയം നമുക്ക് ഇല്ലാത്ത സമയമില്ല. ദൈവം അത് ഒരുക്കി തരുമെന്നുള്ളത് അത് നിശ്ചയമായ കാര്യമാണ്. അതെന്റെ ജീവിതത്തിലൂടെ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ ഭവനത്തിൽ ഞങ്ങള് താമസമാക്കി.
ഞങ്ങളുടെ പരിശോധനയുടെ, എന്റെ വിശ്വാസത്തിന്റെ പരിശോധനയുടെ നാളുകളാണ് പിന്നീടുള്ളതാ എന്റെ ജീവിത കാലഘട്ടം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങള് ഇടയ്ക്ക് ഹസ്ബൻഡ് വരും പോകും, സ്നാനപ്പെടത്തില്ല. ആ ദുഃഖം ഒരു സൈഡിൽ ഇങ്ങനെ കണ്ണുനീരായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ അവർ ചെറിയ പ്രായത്തിൽ തന്നെ സ്നാനപ്പെട്ടു, ദൈവകൃപ അനുഭവിച്ചു, കർത്താവിന് വേണ്ടി അവർ പ്രയോജനപ്പെട്ടു നിൽക്കുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് പെട്ടെന്ന് എന്റെ ഹസ്ബൻഡിന്റെ പിതാവ് ലോകത്തിൽ നിന്നും വേർപെട്ട്. ഇതിനിടയ്ക്ക് എനിക്ക് ഇന്ത്യ ക്യാമ്പസ് ക്രൂസൈഡ് ഫോർ ക്രൈസ്റ്റില് ഞാൻ ടൈപ്പിസ്റ്റ് ആയിട്ട് ജോലിക്ക് കയറി. അതൊക്കെ ഇതിനിടയ്ക്കുള്ള സംഭവങ്ങളാ, അതൊക്കെ പ്രാർത്ഥനയുടെ മറുപടികളാ. ഒരു ദിവസം ദേവാത്മാവിനോട് രാത്രിയിൽ സംസാരിച്ചു, നീ അല്പത്തിൽ വിശ്വസ്തയായാൽ ഞാൻ നിന്നെ അധികത്തിന് വിചാരകയാക്കുമെന്ന്. അതൊക്കെ നേരത്തെയാ, ഇത് ഈ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്ന സമയത്തൊക്കെ. അപ്പം നമ്മൾ വിശ്വസ്തരായിരുന്നാൽ നമ്മളെ അധികത്തിന് വിചാരകയാക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് ഇതൊക്കെ എന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളാ. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് ഹസ്ബൻഡ് വെളിയിൽ തന്നെയാണ്. കുഞ്ഞുങ്ങൾ യൗവനക്കാരായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്റെ അപ്പച്ചന്റെ മരണമായി. അപ്പൊ എനിക്ക് 13 വർഷം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞിനെ കൂടെ കർത്താവ് ദാനം നൽകി, ഒരു ആൺകുഞ്ഞിനെ കൂടെ. ക്യാമ്പസ് ക്രൂസൈഡിൽ ജോലി ചെയ്തിരുന്ന കാലത്തായിരുന്നു അത് സംഭവിച്ചത്. അപ്പൊ ആ കുഞ്ഞിനെ നോക്കുവാനായിട്ട് ഞാൻ തിരുവനന്തപുരത്തു നിന്നും ഒരു സഹോദരിയെ കൊണ്ടുവന്നായിരുന്നു എന്റെ വീട്ടില്. അവര് കുഞ്ഞിനെ നോക്കും, ഞാനിങ്ങനെ ജോലിക്ക് പോകും. ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു. ഹസ്ബൻഡ് ഇല്ല, മകൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ അപ്പച്ചന്റെ മരണ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ ടാക്സി ഓടിച്ച് പെട്ടെന്ന് നാട്ടിൽ പോയി. ഈ സഹോദരിയെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഇവിടുന്ന് നാട്ടിൽ ചെന്നു. എന്റെ ഹസ്ബൻഡ് അവിടുന്ന് നാട്ടിലെത്തി. പിറ്റേ ദിവസം അപ്പച്ചന്റെ ഫ്യൂണറൽ സർവീസ് നടക്കണം. ഞങ്ങൾ തലേ ദിവസം വൈകിട്ട് അവിടെ എത്തിയ സമയത്ത് ഞങ്ങൾ കേൾക്കുന്ന വാർത്ത, എന്റെ വീട്ടിൽ നിൽക്കുന്ന സഹോദരി മരിച്ചിരുന്ന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ അന്നേരം അത് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. പെട്ടെന്ന് തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, കർത്താവേ, നിന്റെ ഹിതം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇതെല്ലാം താങ്ങാനുള്ള ദൈവകൃപ എനിക്ക് തരണം എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം പെട്ടെന്ന് ബാംഗ്ലൂരിലെത്തിയപ്പം ഒരു ഇലക്ട്രിക് ഷോക്ക് ആയിട്ടാണ് ഈ സഹോദരി എന്റെ വീട്ടിൽ മരണപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ എന്റെ ജീവിതത്തില് വിശ്വാസത്തിന്റെ പരിശോധന എത്ര കഠിനമേറിയതായിരുന്നു എന്നുള്ളത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, എന്റെ പ്രാർത്ഥന കുറവ് കൊണ്ട്, എന്റെ ജീവിതത്തിന്റെ തെറ്റുകൊണ്ട്, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ ഏതെങ്കിലും പാപം കൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നെന്ന് വിമർശിച്ചവരും ആവശ്യമില്ലാത്ത സംസാരങ്ങൾ പറഞ്ഞു പരത്തി എന്റെ മാനസിക നില തെറ്റിക്കുവാനൊക്കെ പിശാച് ശ്രമിച്ച ചില നാളുകളായിരുന്നു അതെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഭയത്തിന്റെയും ഭീതിയുടെയും ഒക്കെ അവസ്ഥയിൽ ഇങ്ങനെ തളർന്നു കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ സംസാരിച്ചു. 2 തിമോഥെയോസിനോട് പൗലോസ് പറയുന്നുണ്ട്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, 7-ാം വാക്യം, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് ഞാൻ നിന്നിൽ പകർന്നിരിക്കുന്നത്. ആകയാൽ ഹല്ലേലൂയ, നിന്നിലുള്ള കൃപാവരങ്ങൾ ജ്വലിപ്പിക്കേണ്ടതിന്, ഹല്ലേലൂയ, അധികം ജ്വലിച്ച് പ്രകാശിക്കണം എന്നുള്ള ആ വചനം എന്നെ വളരെ ധൈര്യപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നോട് എന്റെ കുട്ടിക്കാലങ്ങൾ മുതലേ ദൈവം ഇടപെടുന്ന ഒരു വാക്യമായിരുന്നു യെശയ്യാപ്രവചനത്തിലെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാനിതെല്ലാം ഇങ്ങനെ ഓർത്ത്, ഹല്ലേലൂയ, എന്നോട് കൂടെയുള്ള ഒരുവനുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് വിശ്വാസത്തിന്റെ പരിശോധനയാ. ഞാൻ ഇതിലൊക്കെ കടന്നുപോയി എന്റെ വിശ്വാസത്തിൽ ഉറക്കണം. ഞാൻ പലതിലും ആശ്രയിക്കുമ്പോൾ എന്റെ ആശ്രയം യേശുവിൽ മാത്രമാകണം. ഇതൊക്കെ എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയാണെന്നുള്ള ഹല്ലേലൂയ തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം എന്നെ അതിലൂടെ ഒക്കെ കടത്തിവിട്ടു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, ഹല്ലേലൂയ, നമുക്ക് സഹിപ്പാനും വഹിപ്പാനും കഴിയാത്ത ചില പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, നമ്മളെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, ഹല്ലേലൂയ, ആ പദ്ധതിയിലേക്ക് നമ്മൾ ചുവട് വെക്കുവാൻ തക്കവണ്ണം നമ്മൾ സമർപ്പിക്കപ്പെടണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതിൽ നിരാശരായി പോകരുത്. പിടിച്ചു നിൽക്കുവാൻ ദൈവം കൃപ തരും.
നമ്മളൊരു തീരുമാനം എടുത്താൽ മതി. ആ തീരുമാനത്തിന് മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ദൈവം നമ്മളെ ശക്തീകരിക്കും. അതിനുവേണ്ടി ദൈവം നമ്മളെ ഒരുക്കും. ദൈവം നമ്മളെ നടത്തും. നമ്മളെ അവിടെ കൊണ്ടെത്തിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു അധ്യായവും കഴിഞ്ഞു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിനിടയിൽ എനിക്ക് ഒരേ ഒരു സഹോദരി ഉണ്ടായിരുന്നു. എന്റെ സഹോദരിയും ക്യാൻസർ രോഗത്താൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇതെന്നെ വളരെ വളരെ ഭയപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ മാതാവും എന്റെ സഹോദരിയും ഈ ഒരു രോഗത്തിന് അടിമയായി ഈ രോഗം കാർന്നു നിന്ന് എന്റെ കുടുംബം നശിച്ചു പോയതാണല്ലോ കർത്താവേ. എനിക്കും ഒരു പക്ഷെങ്കിൽ ഇതാണോ, ഇങ്ങനെ ഒരു ഭയം എന്റെ ഉള്ളിലേക്ക് പിശാച് കൊണ്ടുവരുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചില നാളുകൾ ഞാൻ ഭയപ്പെട്ടിരുന്ന കുറച്ച് നാളുകളൊക്കെ ഉണ്ട്. ആ സമയങ്ങളിലെല്ലാം ഈ വചനം, തീർത്ഥത്തിന്റെ ആത്മാവല്ല, നീ എഴുന്നേൽക്കണം, ഈ വചനം തന്നെ ഓരോ സന്ദർഭങ്ങളിലും ദൈവത്തിന്റെ വചനം ഇങ്ങനെ തന്നെ ദൈവം ജീവിപ്പിച്ചുകൊണ്ടേ ഇരുന്നു. ദൈവത്തിന് അതുകൊണ്ടാ പറയുന്നത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ച് ചെല്ലുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നോട് ദൈവം ബലപ്പെടുത്തിയതിനായിട്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ആ ഒരു ബന്ധവും ജീവിതത്തിൽ നിന്ന് അകന്നുപോയി. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത്, നമ്മോടടുത്തിരുന്നവരെല്ലാം, നമ്മളെ സ്നേഹിച്ചവരെല്ലാം, സ്വന്തമെന്ന് പറഞ്ഞവരെല്ലാം ഒന്നൊന്നായി ജീവിതത്തിൽ നിന്നും ദൈവം അകറ്റിയപ്പോഴും ഹല്ലേലൂയ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു സ്വന്തമായിട്ട് സ്തോത്രം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. അത് നമ്മള് ഈ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ ഹല്ലേലൂയ ഒന്നുകൂടെ അത് മനസ്സിലാക്കാനാണ് ഞങ്ങളെ പോലുള്ളവരെ ദൈവം ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഭർത്താക്കന്മാർക്ക് ഒരു ചെറിയൊരു അസുഖം വരുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നഷ്ടം വരുമ്പോൾ, ഹല്ലേലൂയ, ഇതെല്ലാം നമ്മുടെ ചുമലിലേറ്റ് നമ്മളെ ഭാരപ്പെട്ട് ഞരങ്ങി കഴിയുമ്പോൾ ഹല്ലേലൂയ, അതാണ് ലോകം. ഇല്ല, കർത്താവിന് നമ്മളെ കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. അവൻ നമ്മളെ പണിതെടുക്കുന്ന അവസരങ്ങളാണെന്ന് ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും മനസ്സിലാക്കിയാല് വരും കാലങ്ങളിൽ ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിൽ നമ്മൾക്ക് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ സാഹചര്യങ്ങളും കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പിന്നീട് എന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം എല്ലാം ഭംഗിയായിട്ട് 2 കുഞ്ഞുങ്ങളുടെ നടന്നു. 3ാമത്തെ മകന് +2 പഠിക്കുന്ന സമയത്താണ് ഹല്ലേലൂയ എന്റെ ഭർത്താവ് വന്ന് ഇതിനിടയ്ക്ക് 2004 എന്റെ ഹസ്ബൻഡ് ജലത്തിൽ സാക്ഷിച്ചു. അതൊരു വലിയ പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു. ഹല്ലേലൂയ. പലപ്പോഴും താൻ ലീവിന് കടന്നു വരുമ്പോഴിങ്ങനെ പറയുമെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലും തനിക്കിത് മാറ്റാൻ പറ്റാത്ത ഈ സ്വഭാവമായതുകൊണ്ട് അതിനെ മനസ്സിൽ ഇങ്ങനെ ചെയ്യണമെന്നുള്ള താല്പര്യത്തിൽ ഇങ്ങനെ പോയെങ്കിലും ചെയ്തില്ല. അപ്പൊ ഒരു ദിവസം ദൈവാത്മാവ് എന്നെ ഒരു കാഴ്ച കാണിച്ചു. ഒരു പേപ്പർ കട്ടിങ്ങുമായിട്ട് ഒരു അമ്മച്ചി ഓടി വരുന്നു. ഞങ്ങളുടെ സഭയിലുള്ള ഒരു അമ്മച്ചി തന്നെ ഓടി വന്നിട്ട് എന്നോട് പറയുന്നു, എന്റെ ഹസ്ബൻഡിന്റെ പേര് ബാബു എന്നായിരുന്നു. ലീലാമ്മയെ ബാബുവിനെ കണ്ടു കിട്ടിയിരിക്കുന്നു, പേപ്പർ ഇതാന്നും പറഞ്ഞ് പേപ്പർ കട്ടിങ് എന്റെ കൊണ്ട് തന്നു. ഇത് ഞാനിങ്ങനെ കണ്ടപ്പം ഞാൻ വിചാരിച്ചു, എന്റെ ദൈവമേ, നഷ്ടപ്പെട്ടതിനെ കണ്ടു കിട്ടിയതാണല്ലോ. ദൈവത്തിന്റെ സമയമാണിത്. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാന് സ്നാനപ്പെടാതെ നിൽക്കാൻ ഇടയാകല്ലേ എന്നിങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡുമായിട്ട് സംസാരിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ കൃപയാല് താന് അന്ന് ഒന്നും തിരിച്ചു പറഞ്ഞില്ല. ഒരു ചെറിയൊരു ഇത് തന്നിട്ട് സമ്മതം തന്നിട്ട് താൻ അങ്ങ് തിരികെ പോവുകയാണ് ഉണ്ടായത്. അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ഫോൺ ചെയ്ത് ഞങ്ങൾ അങ്ങനെ 2004 ഷാർജയിൽ വെച്ച് മക്കളും എല്ലാരോടും ചേർന്ന് സ്നാനപ്പെടുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരെ, 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ നമ്മൾ ഓരോ വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മതി കർത്താവേ പറഞ്ഞല്ലേ അത് തള്ളിക്കളയും. അല്ലെങ്കിൽ ഹല്ലേലൂയ അത് നമുക്കൊരു ഭാരമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് 25 വർഷക്കാലം പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. അതിന് മറുപടി കാണുവാനും ദൈവം സഹായിച്ചു. ആഗ്രഹിച്ച നിലയിലൊന്നും ആത്മീയമായിട്ട് ഒരുമിച്ച് പ്രവർത്തിപ്പാനൊന്നും ഉള്ള സാഹചര്യങ്ങൾ ലഭിച്ചില്ല.
എങ്കിൽ തന്നെയും ഹാലേലുയ തന്റെ നിത്യത നഷ്ടപ്പെടുവാൻ ഇടയാകാതെ വണ്ണം ഹാലേലുയ ദൈവകൽപ്പന അനുസരിപ്പാൻ തക്കവണ്ണം ദൈവം തന്നെ സഹായിച്ചു. അത് ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ പോകുന്ന സമയത്ത് താന് ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ടും താന് ജോലിക്ക് കടന്നു പിന്നെയും പോയി. അങ്ങനെ 2006 ഒടുവിലായപ്പോൾ ഹല്ലേലൂയ തനിക്ക് ലിവർ സിറോസിസ് എന്ന രോഗം മൂർധന്യപ്പെട്ടു. രോഗമുണ്ടായിരുന്നു, പക്ഷെ എന്നെ അറിയിച്ചിരുന്നില്ല. ഈ രോഗം മൂർധന്യാവസ്ഥയിലായി മസ്കറ്റിന്റെ പ്രദേശത്ത് 2006 താന് അഡ്മിറ്റ് ആകുകയും 2007 ജനുവരി മാസം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച കർത്താവേ, എനിക്കൊരു ജീവിതം തന്ന മനുഷ്യനെ എനിക്ക് ശുശ്രൂഷിപ്പാനും തന്നെ അതിനുള്ള അവസരം എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് ആ പ്രാർത്ഥന ദൈവം കേട്ട് തന്നെ മടക്കി കൊണ്ടുവന്നു. 2007 മുഴുവൻ ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് ട്രീറ്റ്മെന്റുമായിട്ട് ആ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ. ഈ സമയങ്ങളിലെല്ലാം ദൈവം എന്നെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന, എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയുള്ളവളായിരുന്നെന്ന്. മറ്റുള്ളവരിൽ നിന്ന് ആശ്രയിച്ച് അവരിൽ നിന്ന് എന്തും പിടിച്ചു വാങ്ങാനുള്ള ഒരു മനസ്സുള്ളവളാ. അങ്ങനെയുള്ള എന്നെ ആരിലും ആശ്രയിക്കാതെ യേശു കർത്താവിൽ മാത്രം ആശ്രയിപ്പാന്, ഈ ദൈവം മാത്രമേ നമുക്ക് ലോകത്തിൽ എന്നും സമാധാനം തരാനുള്ളൂ, അല്ലെങ്കിൽ നമ്മോട് കൂടിയിരിക്കുന്ന ഒരാൾ യേശു മാത്രമേ ഉള്ളൂ എന്ന് ശരിക്കും എനിക്ക് ബോധ്യമാകത്തക്ക നിലകളിൽ ദൈവം എന്നെ പണിതെടുത്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ മുതലാണ് ഞാൻ എന്റെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി കൂടുതലായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. തന്റെ ബോഡിയുടെ അടുക്കലിരുന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നിന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം. നമ്മൾ പാടും, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമെന്നൊക്കെ നമ്മൾ പാടുമെങ്കിലും ഹല്ലേലൂയ, നമ്മുടെ ഇഷ്ടം കളഞ്ഞിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ഏറ്റെടുക്കാൻ എത്രമാത്രം നമുക്ക് ധൈര്യവും അല്ലെങ്കിൽ അതിനുള്ള സമർപ്പണവും ഉണ്ടെന്നുള്ളത് ഇന്ന് കാലം നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. അന്ന് മുതൽ എന്റെ കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി, അതിനു മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നുവെങ്കിലും ഒന്നുകൂടെ ഒന്ന് സമർപ്പിക്കപ്പെടുവാന് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ പെട്ടെന്ന് ഹല്ലേലൂയ 1 വർഷം ഞാൻ വീണ്ടും ബാംഗ്ലൂരിൽ താമസിക്കുകയുണ്ടായി. ഇതിനുശേഷം ഞങ്ങൾ ആദ്യത്തെ ഭവനം വിറ്റിട്ട് മറ്റൊരു ഭവനം പണിഞ്ഞു. അതൊക്കെ ഭൂമിയിലെ നന്മകളാകുന്നു, അധികം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ 2010 9 എന്റെ മകന്റെ +2 പഠനം കഴിഞ്ഞ് 10 എന്റെ മൂത്ത മകന് ഞങ്ങളെ UAE കൊണ്ടുവന്ന് 2010 ഞങ്ങൾ ഇവിടെ വരുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്റെ കുഞ്ഞുങ്ങൾ അധികം വിദ്യാഭ്യാസം ഉള്ളവരല്ല. ഹല്ലേലൂയ. അതിനുള്ള സാഹചര്യങ്ങള് ലഭിച്ചില്ല. എങ്കിലും വിദ്യാഭ്യാസത്തെക്കാൾ അപ്പുറമായിട്ട് അതിൽ ഉപരിയായിട്ട് അവന് ഉള്ള സ്ഥാനങ്ങളില് ദൈവം അവരെ കൊണ്ട് എത്തിച്ച് ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഈ പ്രദേശത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയോടുള്ള ബന്ധത്തില് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇവിടെ ആയിരിക്കുമ്പോൾ ഇനിയത്തെ എന്റെ ഇവിടുത്തെ ജീവിതത്തെ കൂടെ പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കാം. സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെ ഇവിടെ ഞാൻ എത്തിയ ഹല്ലേലൂയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എത്തിയപ്പോൾ സാഹചര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിൽ ദൈവം, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമൊന്നുമില്ല, നമുക്കിവിടെ നിലനിൽക്കുന്ന വീടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം തന്ന വിശുദ്ധിക്കൊത്തവണ്ണം വിശുദ്ധിയോടെ ജീവിച്ച് ആ നിത്യതയിൽ എത്തണമെന്നുള്ള ഒരു വലിയ പ്രത്യാശ എന്റെ ഉള്ളത്തിൽ നിറയുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. സ്വന്തം ബന്ധങ്ങളൊക്കെ അറ്റുപോകുമ്പോഴാ ഹല്ലേലൂയ നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കൂടുതലായിട്ട് ഹൃദയത്തിൽ കടന്നു വരുന്നത്. ദൈവത്തിന്റെ പദ്ധതിയുള്ളവരെ അങ്ങനെ ദൈവം കൊണ്ടുപോകും. ഹല്ലേലൂയ. നമുക്കൊരു ഭാഗ്യ പദവി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇവിടെ വന്ന് ജോലി തിരക്കുകളും മറ്റു ബന്ധപ്പാടുകളും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങളെ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങള്, വിശ്വാസികളെ കാണണമെങ്കിൽ സൺഡേ ആകണം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നുപോയപ്പോൾ ഹല്ലേലൂയ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ ഭാരപ്പെട്ടിരുന്നതായ നിമിഷങ്ങള് ദൈവം എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. ദൈവം എന്നെ ആശ്വസിപ്പിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ കരം എന്നിൽ വെച്ച് എന്നെ പൊതിഞ്ഞ് ഇരിക്കുന്ന ഞാന് കണ്ടു. ദൈവത്തിന് സ്തോത്രം.
അങ്ങനെ ആ ദൈവവുമായിട്ട് അടുത്ത് ഞാൻ ഇങ്ങനെ ആയിരുന്നു. ഹല്ലേലൂയ. ആ ദിവസങ്ങളില് പ്രാർത്ഥിപ്പാനും ദൈവവചനം പഠിക്കുവാനും തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എത്രയോ സന്ദർഭങ്ങള് ദൈവവചനം പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം തരുമ്പോൾ ഹല്ലേലൂയ. അന്നൊന്നും അതിന് സമയമുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ബന്ധങ്ങളുടെ നൂലാമാലകൾ ഇങ്ങനെ കിടക്കുന്നു. ആം, പല കാര്യങ്ങള് പിന്നെ വേണ്ടാത്ത പലതും കൂടെ നമ്മളെടുത്ത് തലയിൽ വെക്കും. അങ്ങനെ നമ്മുടെ സമയങ്ങൾ നഷ്ടമാക്കിയ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹല്ലേലൂയ, ദൈവവചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സമാധാനം എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവം എന്നെ ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മകളിലേക്കൊക്കെ നടത്തി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പിന്നെ ഫോണിലൂടെ പ്രാർത്ഥിക്കുവാനും അങ്ങനെ ചില കോണ്ടാക്റ്റുകൾ ലഭിക്കുവാനും അങ്ങനെ ചിലരുടെയൊക്കെ അടുക്കലേക്ക് കടഭാരങ്ങളിൽ ഇരിക്കുന്നവര്, ബുദ്ധിമുട്ടുകളിൽ ഇരിക്കുന്നവര്, സാമ്പത്തിക തകർച്ചകളിലൊക്കെ ആയിരിക്കുന്നവരുടെ അടുക്കലേക്കൊക്കെ ദൈവം എന്നെ അയച്ചു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു. അവസാനം ഈ റാസക്കൈമയിലെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ പുനരുജ്ജീവിപ്പിക്കുവാൻ ഇതൊക്കെ ഉണ്ട് കർത്താവിനെ കരങ്ങളിലെടുത്തു. അങ്ങനെ ശുശ്രൂഷകളിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവാത്മാവിനോട് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പ്രൈസ്. ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ ദൈവം എനിക്ക് തന്ന എന്നോട് ഇങ്ങനെ ജീവിത സായാഹ്നത്തിൽ ഹല്ലേലൂയ, കർത്താവ് എനിക്ക് തന്ന വിശ്രമ സമയങ്ങൾ ഹല്ലേലൂയ, ആയുസ്സും ആരോഗ്യവും താലന്തും എല്ലാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നുള്ള ആ ഒരു ചിന്ത എന്റെ ഹൃദയത്തിലേക്ക് ദൈവം തരികയും ഹല്ലേലൂയ, എന്നെ ഒന്നുകൂടെ എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന കേൾവിക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് നമ്മെ തികഞ്ഞവരാക്കി ഹല്ലേലൂയ തന്റെ സേവയ്ക്ക് വേണ്ടി സജ്ജമാക്കുവാനുള്ള ദൈവിക പദ്ധതികളാണെന്നുള്ളത് ഹല്ലേലൂയ നാം തിരിച്ചറിയുമ്പോൾ എത്ര സന്തോഷമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പരീക്ഷ സഹിക്കുന്നവനെയാണ് കൊള്ളാവുന്നവനായിട്ട് തെളിയുന്നത്. അങ്ങനെ കൊള്ളാവുന്നവരായി തെളിയുവാൻ വേണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന എല്ലാ അനുഭവങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കോടിക്കണക്കിന് ആളുകൾ ദൈവമില്ലാതെ നശിക്കുമ്പോൾ നിങ്ങളും ഞാനും അവസരങ്ങളെ പഴി പറഞ്ഞ് ഹല്ലേലൂയ ഇരിക്കാതെ വണ്ണം ഹല്ലേലൂയ ഈ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാന് ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാന് നമ്മളെ തന്നെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ മക്കളുടെ സഹകരണവും പ്രാർത്ഥനയും അവരുടെ ഹല്ലേലൂയ പ്രോത്സാഹനവും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഈ അറബിദേശത്തും എനിക്ക് എൻ്റെ കർത്താവിനെ ഉയർത്തുവാന് ദൈവം ഇടയാക്കി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ ചുരുക്കുകയാണ്. സമയമായെന്ന് തോന്നുന്നല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരിലൂടെ നമ്മൾ വാരി വിതറുന്ന വിത്തുകള് ഹല്ലേലൂയ നമ്മുടെ തലമുറകളിൽ ഹല്ലേലൂയ വലിയ ദൈവപ്രവൃത്തി കാണുവാൻ ദൈവം ഇടയാക്കി തീർക്കും. അത് കിളിർക്കും, അത് ഫലം കായ്ക്കും. ഹല്ലേലൂയ. അതിന് മാറ്റം വരികയില്ല. താമസിച്ചാലും അതിന് മാറ്റം വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന അമ്മമാരോട് എനിക്ക് പറയുവാനുള്ളത് ഹല്ലേലൂയ, കരയുക, ദൈവസന്നിധിയിൽ നിലവിളിക്കുക. അവർ നഷ്ടമായി പോകയില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കുടുംബ ബന്ധങ്ങളൊക്കെ അറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി സഹിഷ്ണുതയോടെ കുടുംബത്തിലായാലും കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലായാലും എല്ലാം സഹിഷ്ണുതയോടെ ജീവിച്ച് നല്ല ഒരു അന്ത്യം പ്രാപിപ്പാൻ തക്കവണ്ണമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത്. ഇന്ന് ലോകത്തിൽ നടക്കുന്നതൊക്കെ കേട്ടാല് ഹല്ലേലൂയ, മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കളോട് ചേർന്ന് പോകാത്ത മാതാപിതാക്കള് ഹല്ലേലൂയ, ഇതിന്റെ എല്ലാം നടുവിൽ ദൈവത്തെ ഭയപ്പെടുന്ന ദൈവകുഞ്ഞുങ്ങളും അവരുടെ തലമുറകളും ഹല്ലേലൂയ ലോകത്തിലെ പോലെ ആയിത്തീരാതെ വണ്ണം ദൈവഭയത്തിലും വിശുദ്ധിയിലും ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഈ സഹിത്വം എൻ്റെ ജീവിതത്തിൽ ഇന്നയോളം അനുഭവിച്ചറിയുവാന് ദൈവം ഇടയാക്കി. അതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. ഇപ്പോൾ ഞാൻ ഹല്ലേലൂയ ഇടയ്ക്കൊക്കെ ബാംഗ്ലൂരിലേക്ക് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എൻ്റെ ഹൃദയത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രേരണ തന്നു, നോർത്ത് ഇന്ത്യയിലൊക്കെ പോകണമെന്നുള്ള ഒരു സുവിശേഷവുമായി പോകണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് എൻ്റെ ഹൃദയത്തിൽ തന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ നവംബർ മാസത്തില് ഗുജറാത്തിന്റെ പ്രദേശത്ത് കടന്നു പോകാൻ ദൈവം സഹായിക്കും. അവിടെ 4 വില്ലേജുകളിലെ ദൈവത്തിനെ ശുശ്രൂഷിപ്പാനും കർത്താവിന്റെ സാക്ഷിയാകുവാനും ദൈവം സഹായിച്ചു. അതിനുശേഷം ഡൽഹിയിലെ നാഗപ്പൂരിലെ ഇങ്ങനെ പലയിടത്തൊക്കെ ആയിട്ട്
ചെറിയ ചെറിയ ഉം, വിഷയങ്ങളുമായിട്ട് കടന്നുപോയി. മറിയ തന്നെ ലാവത് ചെയ്തെന്ന് പറഞ്ഞതുപോലെ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ, എന്നെ സ്നേഹിച്ച് എന്നെ വിടുവിച്ച് എന്നെ ഇന്ന് വരെ നടത്തിയ, ഹല്ലേലൂയ, ഈ സ്നേഹത്തിൽ എന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന എന്റെ പൊന്നു കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനല്ലാതെ ഒരു നിമിഷം എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ. അത് മാത്രമേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് ഏത് പ്രതിസന്ധി വന്നാലും അല്പം ഇമോഷണൽ ആകും ഞാന്. പക്ഷേ ഏത് പ്രതിസന്ധി വന്നാലും അത് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു കൃപ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഒരു വല്ലാത്ത കൃപ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചെറിയ പ്രതിസന്ധി ഒന്നും വന്നാൽ ഞാൻ ആടുകയില്ല, ഉലഞ്ഞു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉറപ്പും ധൈര്യമുള്ളവളായി, ഹല്ലേലൂയ, നിൽക്കുവാന് എന്റെ ഈ 73-ാം വയസ്സിലും, ഹല്ലേലൂയ, ഓടുവാന് ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് എനിക്കൊരു 22 ദിവസം ഞാൻ ഒരു കിടക്കയിലായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ചെറുപ്പത്തില് എന്റെ കുഞ്ഞുങ്ങൾ ചെറുപ്പമായിരുന്ന സമയത്ത് ഇന്ന് ദൈവത്തോട് ഞാൻ ഒരു ഉടമ്പടി ചെയ്ത്, കർത്താവേ, എന്റെ കാലുകൾക്ക് ബലം നൽകിയാല് നീ എന്നെ അയക്കുന്നിടത്തൊക്കെ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞൊരു തീരുമാനം എന്റെ ദൈവത്തിന്റെ സന്നിധിയില് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമാണ് ഞാൻ 23-ാമത്തെ ദിവസമാണ് ഞാൻ നടക്കുവാൻ തുടങ്ങിയത്. അത് ഞാൻ വിട്ടുപോയൊരു വിഷയമാണ്. ഹല്ലേലൂയ. എനിക്ക് സൗഖ്യം തന്ന് എന്റെ കാലുകളെ ബലപ്പെടുത്തി, എന്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തി, എന്നെ ഉറപ്പിച്ച്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശാരീരികമായിട്ട്, മാനസികമായിട്ട്, സാമ്പത്തികമായിട്ട്, അതെനിക്ക് കൂടുതൽ പറയുന്നതിന് എനിക്ക് താല്പര്യമില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതൊക്കെ ഇന്നുണ്ട്, നാളെ ഇല്ല. അതുകൊണ്ട് നമുക്കിതിലൊന്നും പ്രശംസിപ്പാനില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം തരുന്ന നന്മയ്ക്കൊത്തവണ്ണം ദൈവത്തെ മഹത്വപ്പെടുത്തി അവന്റെ വേലയ്ക്ക് പങ്കാളിത്തം വഹിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാന് വലിയവനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസിയോടും അതിന്റെ സംഘാടകരോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു പ്രാവശ്യം കൂടെ എന്റെ നന്ദിയെ അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ദേവദാസി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ക്രിസ്തു യേശുവിൽ കൂടെ ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഇന്ന് കാലം കർത്താവേ, സ്തോത്രം, അങ്ങയുടെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ കൊള്ളം ദൈവമായ കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കാലം കർത്താവെ, സാക്ഷ്യം കേട്ട എല്ലാ ജനത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദുഃഖത്തിലൂടെ, പ്രയാസങ്ങളിലൂടെ, പലവിധ മാനസിക സംഘർഷങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവർ ഒരു പക്ഷേ ഇത് കേട്ടിരിക്കാൻ കർത്താവെ, അവർക്ക് വേണ്ടുന്ന ആശ്വാസവും ബലവും എല്ലാം ദൈവം കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ദാസിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ആയുസ് മുഴുവൻ കർത്താവേ, ദൈവത്തിന്റെ നാമ മഹത്വത്തിന് വേണ്ടി കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചത് ശുശ്രൂഷകളെ വിശ്വസ്തയോടെ ചെയ്യുവാൻ തക്കവണ്ണം, അനേകരെ കർത്താവിലേക്ക് നടത്തുവാൻ തക്കവണ്ണം, അത് ഉതകത്തക്കവണ്ണം ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ വലിയ വ്യാപാര ശക്തി കർത്താവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം അയച്ച് കർത്താവേ, അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദാസിയെയും പ്രവർത്തനങ്ങളെയും കുടുംബമായി, കുഞ്ഞുങ്ങളായി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം ദൈവം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. സകലവും അങ്ങയുടെ നാമ മഹത്വത്തിനായി തീരട്ടെ. പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇത്രത്തോളം സമയം ഞങ്ങളോടൊത്ത് ചെലവഴിച്ചതിന് ഒരു പ്രാവശ്യം സ്തോത്രം, നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കും. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.